ഇടുക്കിയിൽ മരം കടപുഴകി വീണ് രണ്ടിടത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറയ്ക്ക് സമീപം മരം റോഡിലേക്ക് പതിച്ചു. ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. സൂര്യനെല്ലി ബോഡിമെട്ട റോഡിൽ തിടീർ നഗറിലും വൻ മരം കടപുഴകി വീണു. വിശദാംശങ്ങളുമായി ജെയിൻ എസ് രാജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. വലിയ പ്രശ്നങ്ങൾ സാധാരണ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവാറുള്ളതാണ് ഈ മഴയുടെ സമയത്ത്. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ നാശനഷ്ടങ്ങളുടെയും അപകടത്തിന്റെയും ഒക്കെ ഒരു കണക്ക്? മാത്രമല്ല, നിലവിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ടോ അവിടെ? മോത്തി, ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട്. തൊടുപുഴയിലടക്കം കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായ മഴയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു 3 മണിക്ക് മുമ്പ് തന്നെ മഴ ആരംഭിച്ചു. അതിനുശേഷം ഇടവിട്ട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രണ്ടിടത്താണ് ഒരു മരം കടപുഴകി വീണുണ്ടായ അപകടമുണ്ടായത്. ഒന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറയ്ക്ക് സമീപം ഉണ്ടായ അപകടമാണ്. അവിടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. ആ മരം അവിടെ നിന്ന് മുറിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പൂർണ്ണമായും മരം നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ഉണ്ടായത് മരം കടപുഴകി വീണത് ചിന്നക്കനാലിലാണ്. ചിന്നക്കനാലിൽ നിന്ന് ബോഡിമേട്ടിലേക്ക് പോകുന്ന സൂര്യനെല്ലി വഴി ബോഡിമേട്ടിലേക്ക് പോകുന്ന പാതയുണ്ട്. ആ പാതയിൽ മരം കടപുഴകി വീണിരുന്നു. അതും അവിടെ നിന്ന് മുറിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.